നമുക്ക് സ്വർഗത്തിലെത്തണം. നമുക്ക് സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, അഹ്ലുകാർക്ക് മുഴുവനും സ്വർഗത്തിലെത്തണം. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കുമ്പോഴാണ് ഒരാൾ ഉപ്പയാവുന്നത്, ഉമ്മയാവുന്നത്, മക്കൾ, അഹ്ലുകാർ എല്ലാവരെയും. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. സ്വർഗത്തിലെത്തുന്ന ദമ്പതികളാവണം. അതിനെന്താ വേണ്ടത്? ഒരാൾക്ക് ഒറ്റക്ക് സ്വർഗത്തിലെത്തിയാൽ എന്ത് ടേസ്റ്റ് കിട്ടാനാ എന്ന് പറഞ്ഞാൽ, ടേസ്റ്റ് ഒന്ന് പൂർത്തിയാവണമെങ്കിൽ ഇണതുണയായി ഒരാൾ വേണം. അതുകൊണ്ടാണ് സ്വർഗീയ വിശേഷണങ്ങൾ പറയുന്ന ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ കൂടെ ഭാര്യയെ അല്ലെങ്കിൽ ഇണയെ പരിചയപ്പെടുത്തുന്നുണ്ടാവും. ഇണ സ്വർഗത്തിലല്ലെങ്കിൽ ഹൂറുൽ ഐനെ സംവിധാനിച്ചിട്ടുണ്ടാവും. ആണാണെങ്കിൽ. പെണ്ണാണെങ്കിൽ അതിൻ്റെ സിസ്റ്റം അള്ളാഹു നൽകുകയും ചെയ്യും. അതിന് വെറും തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ഉറങ്ങുകയും ചെയ്താൽ മാത്രം പോരാ, ഒരു വർത്തമാനം പറയാനും രസിക്കാനും ഒരു ഇണതുണ ഉണ്ടാവണം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം, അന്നേത്തെ ദിവസം സ്വർഗക്കാർ ഫീ ശുഗ്ലിൻ, അവർ നല്ല തിരക്കിലായിരിക്കും. ഫാക്കിഹൂൻ, അവർ സുഖിക്കുന്നവരായിരിക്കും. എന്താ തിരക്ക്? അള്ള കൊടുക്കുന്ന സൽക്കാരം കഴിക്കുന്ന തിരക്കും, സുഹൃത്തുക്കളെ കാണാൻ പോകുന്ന തിരക്കും, പഴയകാല കഥകൾ പറഞ്ഞിരിക്കുന്ന തിരക്കും, ഇങ്ങനെ 4-5 തിരക്കുകളെക്കുറിച്ച്, ബിസിയെക്കുറിച്ച് തഫാസീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് പറഞ്ഞ ഉടനെ അള്ള പറയണത് എന്താ അറിയാം? ഹും, അവരും, അസ്വാജുഹും, അവരുടെ ഇണതുണയായിട്ടുള്ളവരും, ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, ചാരുകസേരയിൽ ഇരുന്ന് കഥകൾ പറഞ്ഞിരിക്കുമത്രേ. കണ്ടോ? അപ്പൊ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന ആയത്തുകളിലൊക്കെ ഇണതുണകളെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നതിന്റെ കാരണം തന്നെ സുഖം, ടേസ്റ്റ് പൂർത്തിയാവണമെങ്കിൽ കഥ പറയാനും കേൾക്കാനൊക്കെ ആൾക്കാർ വേണം. അതൊരു പൊതുസമൂഹത്തോട് കുറെ പ്രഭാഷണം നടത്തിയാൽ മാത്രം പോരല്ലോ. സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ അഹ്ലുകാരുണ്ടാവണം. ഹും, അവരും, അസ്വാജുഹും, വിവിധ വ്യാഖ്യാനങ്ങളിലെ ഒരു വ്യാഖ്യാനം അവരുടെ ഭാര്യയും അല്ലെങ്കിൽ അവരുടെ ഭർത്താവും, ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, ചാരുകസേരയിൽ ഇരുന്ന് സുഖിച്ച് രസിച്ച് കഥകൾ പറഞ്ഞ് അവർ ആശയവിനിമയം നടത്തുന്നവരാണ്. കണ്ടോ? അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോഴാണ് ഒരു മനുഷ്യന് രസമുണ്ടാവുക. ഒറ്റക്ക് നമ്മൾ കുറേ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒറ്റക്കൊരു പാർക്കിൽ പോവുക എന്നുള്ളതിനേക്കാൾ രസം ഉണ്ടാവുക കൂടെ ഭർത്താവ്, കൂടെ ഭാര്യ യാത്രയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ദുനിയാവിൽ തന്നെ അറിയില്ലേ. അപ്പൊ നമുക്ക് സ്വർഗത്തിലെത്തുന്ന കുടുംബമാവണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആ കാര്യങ്ങൾ? കുടുംബം, ദാമ്പത്യ ജീവിതം, അഹ്ലുകാർ, ഇതൊക്കെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് സ്വത്താണ്. അതൊരു തമാശ കളിയല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ഏത് അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. അതാണ് സൂറത്തു തകാസുറിന്റെ അവസാനം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് അനുഗ്രഹത്തെക്കുറിച്ചും റബ്ബ് ചോദിക്കാതെ വിടില്ല എന്ന്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഏത് കാര്യത്തെക്കുറിച്ചും അള്ളാഹ് ചോദിക്കാതെ വിടൂല. നിനക്ക് തന്ന കണ്ണുകൊണ്ട് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന നാവ് കൊണ്ട് നീ എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. അതിൽ ഒരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ ഉസ്റത്തു ത്വയ്യിബയാവാൻ, സന്തുഷ്ട കുടുംബമാവാൻ, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ, ഇസ്ലാമിക കോൺസെപ്റ്റിൽ നമ്മൾ നല്ലൊരു കുടുംബമാവാൻ ആദ്യം നമുക്കുണ്ടാവേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്. എൻ്റെ ഭാര്യയെ എനിക്ക് അള്ളാഹു ഏൽപ്പിച്ചെന്നത്, അള്ളാഹു ഏൽപ്പിച്ചെന്നത്, ശരിക്കും ശ്രദ്ധിക്കണം, അള്ളാഹു ഏൽപ്പിച്ചെന്നത് ആ റബ്ബ് തന്നെ എന്നോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമെന്ന ഭയം നമുക്കുണ്ടാവണം.
ഉസവ്വിജുക അലാമ അമറല്ലാഹു അമറല്ലാഹു അമറല്ലാഹു. അത് വല്ലാത്തൊരു വർത്താനാണ്. ഉസവ്വിജുക അലാമ അമറല്ലാഹു. അങ്ങനെയാണ് നിനക്ക് ഞാൻ കെട്ടിച്ചേരുന്ന അമ്മോശൻ അന്ന് കൈപിടിച്ച് പറഞ്ഞ വർത്താനം. സ്വഹീഹി ഇബ്നു ഹിബ്ബാനിൽ കാണാം. പുരുഷന്മാരോട് ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും അത്രേ, ഈ പെണ്ണിന് പല അന്വേഷണങ്ങളും വന്നിട്ടുണ്ട്, അവർക്കൊന്നും കൊടുക്കാതെ നിനക്ക് തന്നതിൽ നീ എന്ത് ശുക്രാണ് എന്നോട് ചെയ്തത് പറഞ്ഞട്ടെ എന്ന് പറയും അത്ര. നമ്മുടെ ഭാര്യ എന്ന അനുഗ്രഹം വെച്ചിട്ട് നമ്മളോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം. നമ്മളെ നാട്ടിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറയും, നിന്റെ എല്ലാം ഭാഗ്യാന്ന് എന്നെ കിട്ടിയത്. ഓഹോ, വല്ല കാര്യമായിപ്പോയി. അല്ലാഹു ചോദിക്കും, ഏത് ആണിനോടും പെണ്ണിനോടും പരലോകത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അനിസ്വലാ, നിസ്കാരത്തെ കുറിച്ചായിരിക്കും. ആണായാലും പെണ്ണായാലും രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇണയെ കുറിച്ചായിരിക്കും. അവ്വലുമാ യുഹാസബു റജുലു അൻ സ്വലാത്തിഹി സുമ്മ അൻ നിസാഇഹി. അവ്വലുമാ തുഹാസബുൽ മർഅതു അൻ സ്വലാത്തിഹാ സുമ്മ അൻ ഹഖ്ഖി സൗജിഹാ. കണ്ടോ, ആദ്യത്തെ ചോദ്യം നിസ്കാരം, പിന്നെ ഭാര്യയോട് ചോദിക്കുന്നത് നിന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് നീ നിർവഹിച്ചിട്ടുണ്ടോ. ഒരു പുരുഷനോട് ചോദിക്കുന്നത് നിന്റെ ഭാര്യയോടുള്ള എല്ലാ കടപ്പാടും നീ നിർവഹിച്ചിട്ടുണ്ടോ. ഈ ചോദ്യം, ഈ ബോധം നമുക്കുണ്ടാകണം. ഇണകളോടുള്ള കടപ്പാടിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ല പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം വരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഷയത്തിലും ചോദ്യം ഉണ്ടാവും. ഇതൊരു ഉത്തരവാദിത്തമാണ്, അമാനത്താണ് എന്ന പേടി നമുക്കുണ്ടാവണം. ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടെങ്കിലേ കറക്റ്റ് നിർവഹിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇതൊക്കെ ഒരു കളിതമാശയായി കൊണ്ട് നടക്കുന്ന പുതിയ കാല കോൺസെപ്റ്റ് അല്ല. ശരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കണം. ഭർത്താവിൻ്റെ പൊരുത്തം പൂർണ്ണമായി ഭാര്യക്കുണ്ടാവുകയും ഭാര്യയുടെ ഇഷ്ടം ഭർത്താവിനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് രണ്ടുപേരും സ്വർഗത്തിലെത്തുന്നത്. ഇസ്ലാം അങ്ങനെയാ പറയണത്. ആധിപത്യമല്ല ഇസ്ലാം, അല്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഖൈറുക്കും ആണുങ്ങളോടാ പറയണത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാ? ഖൈറുക്കും ലിനിസാഇഹിക്കും ഖൈറുക്കും ലിഅഹ്ലി. കണ്ടോ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖൈറുക്കും ലിഅഹ്ലി. ഉത്തമർ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാ. കണ്ടോ, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമ. എന്നാ പിന്നെ പെണ്ണിനോടെന്താ ഇസ്ലാം പറഞ്ഞത്? ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ പെണ്ണാണോ മോളെ, നിനക്ക് സ്വർഗത്തിലേത് വാതിലൂടെയും പ്രവേശിക്കാം. അപ്പൊ പെണ്ണിന്റെ സ്വർഗം ഭർത്താവിന്റെ പൊരുത്തത്തിൽ, ആണിന്റെ സ്വർഗം ഭാര്യയുടെ ഇഷ്ടത്തിൽ. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. അല്ലാതെ ആൺമേധാവിത്വമാണ് ഇസ്ലാം എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ വീട്ടിലെത്തിയാൽ കൊച്ചു കുട്ടിയെ പോലെ ആവണം. പുറത്തെത്തിയാൽ നിന്റെ ആണത്വവും നിന്റെ ധീരതയൊക്കെ കാണിച്ചു. വീട്ടിലെത്തിയാൽ നീ ഒരു കുട്ടിയാവണം. നീ ഒരു കുട്ടിയാവണം. അതാണ് തുഹ്ഫത്തുൽ ഇബാദ് എന്ന കിതാബ് ഉദ്ധരിക്കുന്ന കാണാം. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാം എന്ത്, ഭാര്യയും മക്കളൊക്കെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കളുടെ ഉപ്പയും ഈ പെണ്ണിന്റെ ഭർത്താവും കയറി വരുമ്പോൾ എല്ലാവരും പേടിച്ചിട്ട് ചിരിയൊക്കെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇയാളാണ് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങന്മാര് അഭിമാനത്തോടെ പറയല്, ഞാൻ വീട്ടിൽ കയറിയാൽ പിന്നെ പിള്ളേരൊന്നും മിണ്ടൂല, അതൊരു പാമ്പ് കയറിയാലോ അങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടോന്നും ചെയ്തല്ലോ. വല്ല കാര്യമായി ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വഅന ഖിയാറുക്കും ലിഅഹ്ലി. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെയാണ്. കണ്ടോ ഇതാരോടാ പറയണത്? സ്വഹാബത്തിനോടാ പറയണത്. സ്വഹാബത്തിൽ ആരൊക്കെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന അമോശനും ഉമർ റളിയല്ലാഹു അൻഹു എന്ന അമോശനൊക്കെ ഉണ്ട്. ഓരോ മുമ്പിൽ അഭിമാനത്തോടെ പറയണത് ചോദിച്ചോക്ക് പോയിട്ട് ഹഫ്സനോടും ആയിഷാനോടൊക്കെ ഞാൻ എങ്ങനെയുണ്ട്. ഏതാ വർത്താനം പറയണത്? ഏതാ വർത്താനം? ഇസ്ലാമിന്റെ മോർട്ടൽ എനിമീസായ ഓറിയന്റലിസ്റ്റുകാര് 10,000 കൊല്ലായി നബി തങ്ങളുടെ 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ദാമ്പത്യത്തിൽ ഭാര്യനെ ചവിട്ടിയതോ കുത്തിയതോ നുള്ളിയതോ
ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വല്ല തുമ്പും വല്ല പുല്ലും വല്ല കഥയും കിട്ടുമോ നോക്കാൻ ലെൻസ് ഇട്ടിട്ട് വരുന്നത് ഇന്നവർ കിട്ടിയിട്ടില്ല, കിട്ടുകയും ചെയ്യില്ല. അത്രയും സൗന്ദര്യമുള്ള ജീവിതമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ട അപ്പൊ നമ്മുടെ കയ്യിൽ കൗണ്ടർ മാത്രം പോരാ, നെറ്റിയിൽ തഴമ്പുണ്ടായോണ്ട് മാത്രം കഴിച്ചലാവില്ല. പിന്നെ നിങ്ങളൊന്ന് ചോദിച്ചോളി, എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെ ഉണ്ട്. ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷുമ്മാനോട് ചോദിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു വീട്ടിലെ പെരുമാറ്റ രീതികൾ? ആയിഷ ബീവി പഴയ കഥകൾ ഓർമ്മിച്ച് പറയുന്നതെന്താ അറിയോ? അടുക്കള പണിയിൽ സഹായിക്കും, ആടിനെ കറന്നു തരും, ചെരുപ്പ് തുന്നും, പാത്രം ശരിയാക്കി തരും. പിന്നൊരു കാര്യം, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വേഗം തന്നെ തങ്ങൾ വരും. അങ്ങനെ പറഞ്ഞാലും ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് അവിടെ വെക്കുമ്പോൾ ആ ഗ്ലാസ് എൻ്റെ അടുത്തുനിന്ന് വാങ്ങും. എന്നിട്ട് ഞാൻ കുടിച്ച ആ ചുണ്ട് വെച്ച ആ സ്ഥലം തന്നെ നോക്കിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് തങ്ങൾ കുടിക്കും. എൻ്റെ ഹൃദയം പിടക്കും സ്നേഹം കൊണ്ട്. പിന്നെ ഞാനൊരു മാംസ കഷ്ണം കടിച്ചാൽ എൻ്റെ 4 പല്ല് ടച്ച് ചെയ്ത സ്ഥലം തന്നെ തങ്ങൾ നോക്കിയെടുത്തിട്ട് അത് കടിച്ചിട്ട് തന്നു. ഞാൻ എവിടെയെങ്കിലും ഇരുന്നാലും എന്നെ ചാരി ഇരുന്നിട്ടാ തങ്ങൾ ഖുർആൻ ഓതാനോ. ആര്? 7 ആകാശവും കടന്ന് അഖിലാണ്ട ലോകം മുഴുവനും കണ്ട നേതാവ് വീട്ടിൽ പച്ചയായ മനുഷ്യനായി ജീവിക്കുന്നു. കണ്ടോ? കാളിയുടെ കുപ്പായവും മുദരിസിന്റെ കോട്ടും പിന്നെ സംഘടനാ നേതാവെന്ന എക്സിക്യൂട്ടീവിന്റെ ബാഡ്ജൊക്കെ വീട്ടിന്റെ പുറത്തഴിച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു പച്ച മനുഷ്യനായിട്ട് കയറി വരണം. എന്നെ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്നു, നിനക്കാണ് എന്നെ വിലയില്ലാത്തത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യ എന്താ ഇന്നെ ബഹുമാനിക്കണ്ടേ? എന്താ ബാഡ്ജ് ഇട്ടേരണം, ഷാള് ധരിപ്പിക്കണം, മൊമെന്റോ വേണം. അല്ല എന്താ വർത്താനം? എത്താ വർത്താനം? അത് പറയണത് ചില്ലറ ധൈര്യമൊന്നും പോരാ. മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമീനല്ലേ? മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമീൻ. അത് ഹിമ്മത്തിൻ്റെ വർത്താനമാണ്. അപ്പോൾ ഒന്നാമത് നമുക്കുണ്ടാവേണ്ടത് ഉത്തരവാദിത്വ ബോധമാണ്. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അഹ്ലുകാർ. അതാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അഹ്ലുകാരെ കൊണ്ട് നരകത്തിലെത്തുവോ സ്വർഗത്തിലെത്തുവോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എപ്പോഴും പേടി വേണം. എൻ്റെ അഹ്ലുകാരെ കൊണ്ട് എനിക്ക് സ്വർഗ്ഗമാണോ കിട്ടുന്നത് നരകമാണോ കിട്ടുന്നത് എന്ന പേടി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കണം. അത് മുഅ്മിനിനുണ്ടാവുന്ന പേടിയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിലെത്തുന്ന ദമ്പതികളുടെ ക്വാളിറ്റീസിലെ രണ്ടാമത്തത് ഇബാദത്തിൽ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇണത്തുണകളാവണം. അത് വേണം. ഭർത്താവിനെ ഇബാദത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യയെ ഇബാദത്തിനെ ഭാര്യയ്ക്ക് ഇബാദത്ത് നല്ലോണം ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്ന ഭർത്താവ്, നമ്മുടെ സുഖത്തിനോ നമ്മുടെ ആനന്ദത്തിനോ വേണ്ടി അവരുടെ ഇബാദത്ത് നമ്മൾ കുറക്കരുത്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ കൂടിയ ആൾക്ക് തെറ്റിനോട് കടുത്ത വെറുപ്പും ഇബാദത്തിനോട് നല്ല രസവും ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അത് ഭാര്യ ആണെങ്കിലും സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും ചെറിയ തെറ്റ് തന്നെ വലിയ തെറ്റായി ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ഒരു സുഹൃത്തിൽ നിന്ന് മറ്റൊരു സുഹൃത്തിന് കിട്ടേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കറാഹത്ത്, വലതുഭാഗത്ത് തുപ്പല്. അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ സുഹൃത്ത് പുറത്തേക്ക് വന്ന് വായിലുള്ള എന്തോ വേസ്റ്റ് വലതുഭാഗത്ത് തുപ്പി. അപ്പൊ എന്താണ് നീ വലതുഭാഗത്തും തുപ്പും? വലതുഭാഗത്താണ് തുപ്പാറുള്ളത്. അത് പറ്റില്ലല്ലോ. നമ്മുടെ വർത്തമാനത്തിന്റെ ഗൗരവം കേട്ടിട്ട് എനിക്ക് അത് ഭയങ്കര തെറ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം എന്നാണ്. വലിയ തെറ്റുപോലെ തോന്നിപ്പിക്കണം എന്നാണ് എന്ന ഗ്രന്ഥത്തിൽ ഷഅറാനി ഇമാം റഹിമഹുല്ലാഹ് പറയണം. അങ്ങനെയാ തോന്നിപ്പിക്കേണ്ടത്, അല്ലാതെ പ്രശ്നമില്ല ഒരു ഖീലുണ്ട് ഖൗലുണ്ട്. ചില ചങ്ങായിമാർ മെയിൻ ഖൗലിന്റെ ഖീലിന്റെ ആളാണ്, പിന്നെന്തിനാ കാല. അങ്ങനല്ല. നമ്മുടെ കൂടെ കൂടിയവർക്ക് തഖ്വ വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ വിജയികളുടെ അടയാളം പറയുന്ന സൂറത്തുൽ അസ്ർ അതിൽ പറഞ്ഞ ഒരു അടയാളം എന്താ? വതവാസൗ ബിൽ ഹഖ്. നന്മകൾ പറഞ്ഞു കൊടുക്കുന്നവരാവണം പരസ്പരം. അവരാണ് ഇണതുണകൾ, സ്വർഗത്തിലെത്തുന്ന ദമ്പതികൾ.
നീ റവാത്തിബ് നിസ്കരിക്കാതെ നീ എന്താ കിച്ചണിലേക്ക് ഓടുന്നുണ്ടത്? അത് നിങ്ങൾക്ക് ഫുഡ് തരാൻ, ഫുഡൊക്കെ എനിക്ക് സാവകാശത്തിൽ കിട്ടിയാൽ മതി. റവാത്തിബൊന്നും നിസ്കാരം ഒഴിവാക്കരുത്. റവാത്തിബ് മുഅക്കദെങ്കിലും ചുരുങ്ങി നിസ്കരിക്കണം കേട്ടോ. ശരിക്കും ഭർത്താവ് ആലോചിക്കേണ്ടത്, എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഭാര്യൻ്റെ തഹജ്ജുദ്, ളുഹാ, വിത്ർ ഇത്തരം മുഅക്കദുകളൊക്കെ ഒഴിവായി പോയിട്ടുണ്ടോ എന്ന് പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കണം. വതഅവനു അലൽ ബിർരി വത്തഖ്വ, നന്മ പരസ്പരം ഉപദേശിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. സൂറത്തുൽ മാഇദ പരിചയപ്പെടുത്തിയല്ലോ, അവരാണ് സ്വാലിഹീങ്ങൾ. അങ്ങനെയാണ് വേണ്ടത്. അല്ലാത്തവർ പരാജിതരാണെന്നല്ലേ പറയണത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പരാജയപ്പെട്ടവർ ആവാതിരിക്കാനുള്ള ഗുണങ്ങളാ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കുറച്ചൊക്കെ ഉറക്കച്ചടവൊക്കെ ഉണ്ടാവും. കുഞ്ഞിനെ ഉറക്കിയിട്ട് കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് ഇന്നലെ ചെറിയ തലവേദനയായിട്ട് എന്നാലും മോളെ തഹജ്ജുദിന് എണീക്കണം എന്ന് ഭാര്യയോട് ഭർത്താവ് പറയണം. അതാണ് നിങ്ങൾ ഏത് സ്വഹാബിമാരുടെ ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചോ, അവർ ഇബാദത്തുകളിൽ എൻഗേജായി കുറഞ്ഞ സമയം കഴിഞ്ഞാൽ ഷാഫി ഇമാമിനെ വായിക്കൂ, ഇമാമിങ്ങളെ വായിക്കൂ, അഹ്ലുകാരെ വിളിച്ചുണർത്തും നിസ്കാരത്തിന്, തഹജ്ജുദിന്, ഇബാദത്തിന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ആരാ ദ്വാരക്കണത്? ലോകത്തെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തിന്റെ വത്തിൽ, അനുഗ്രഹത്തിന്റെ വത്തിൽ അള്ളാന്റെ റഹ്മത്ത് കിട്ടോ ഇല്ലയോ എന്നുള്ള, എങ്ങനെയാ കിട്ടുക എന്നുള്ള ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഉത്തരം. റമദാനാവട്ടെ, 10 ആദ്യത്തേതാവട്ടെ, റമദാൻ അല്ലാത്ത കാലമാവട്ടെ, മോനെ നിനക്ക് അള്ളാന്റെ റഹ്മത്ത് വേണോ? ഇതാ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൻ തുമ്പത്തുന്ന ഒരു ദുആ വരുന്നു, റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമ മിനൽ ലൈൽ ഫസല്ല, രാത്രി അതാ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. വഅയ്ഖദ ഇംറഅതഹു, തന്റെ ഭാര്യയെ അതാ പതിയെ വിളിച്ചുണർത്തുക. മോളെ ആയിഷ, ഫാത്തി വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ ഷീ വാസ് വെരി ടയർഡ്, അവൾ വളരെ ടയർഡായിരുന്നു. അവൾ കൂട്ടാക്കണില്ല, എഴുന്നേൽക്കുന്നില്ല, ക്ഷീണം കൊണ്ടാണ്. അപ്പോൾ വേദനിപ്പിക്കാത്ത രീതിയിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു. കാരണം നേരത്തെ തന്നെ അവർ കരാറാണ്, ആരാണോ ആദ്യം എഴുന്നേൽക്കുന്നത് നിങ്ങൾ വിളിക്കണേ. ആ മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ആരാ ദ്വാരക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞ ചില്ലറയാണ്. നബിയേ മഴയില്ല, മഴ കൊടുക്കണേ എന്ന് അവിടുത്തെ കരം ഉയർത്തിയിട്ട് ദ്വാരന്നപ്പോൾ ചറപറാ മഴ, പേമാരി പെയ്തു. അടുത്ത ആഴ്ച അതേ സ്വഹാബിയോ അല്ലെങ്കിൽ വേറൊരു സ്വഹാബിയോ വന്നിട്ട് പറഞ്ഞു, മതി നബിയേ, മഴ മതി, മഴ മതി. എന്നാ പിന്നെ ഈ നാട്ടിൽ നിന്ന് ഈ മഴ പോക്കിയേക്ക് റബ്ബേ. മഴ പോയില്ലേ? എന്തൊരു ദുആ ആണ് അവിടുത്തെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, ഓ നബിയേ, എൻ്റെ ഉമ്മ തങ്ങളോട് ഭയങ്കര വെറുപ്പുള്ള, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് സഹിക്കാൻ പറ്റുന്നില്ല? എൻ്റെ ഉമ്മ തങ്ങളെ തെറി പറയും, ചീത്ത പറയും, അസഭ്യം പറയും. അതൊന്ന് നിർത്തി കിട്ടും. എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ തങ്ങളൊന്ന് ദ്വാരക്കും. ഓക്കെ, ദ്വാരക്കാം. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറന്റെ ഉമ്മാക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ എന്ന്. അബൂ ഹുറൈറ നിങ്ങൾക്ക് ഉറപ്പാ എൻ്റെ ഉമ്മ എന്തെങ്കിലും ഒരു കാലത്ത് ഇസ്ലാമിലേക്ക് വരുമെന്ന്. ആ ദുആ കഴിഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ആവശ്യമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ വീടിന്റെ വാതിൽ അനിതര സാധാരണമായി ക്ലോസ്ഡ് ആണ്, വാതിൽ അടച്ചിട്ടുണ്ട്. ഉമ്മാനെ വിളിച്ചു, അവിടെ വെയിറ്റ് ചെയ്യും. വെള്ളത്തിന്റെ കളകളാരവ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണോ ഇങ്ങനെയൊക്കെ ഒരു ശബ്ദവും? പതിവിന് വിപരീതമായിട്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഉമ്മ വൊളോക്കെ എടുത്ത് വന്നിട്ടുള്ളത്. ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ശബ്ദം ഇപ്പൊ കേട്ടത് വൊളോ എടുക്കണതിന്റെ. ഇപ്പം ദ്വാരന്നിട്ടേ ഉള്ളൂ. ദുആഇന്റെ ഉത്തരം സ്പോട്ടിൽ കിട്ടി. കണ്ടോ? അബൂ ഹുറൈറ സന്തോഷം കൊണ്ട് ഓടിപ്പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ്, നബിയേ, എൻ്റെ ഉമ്മ ഇസ്ലാമൊക്കെ വന്നു, ഒരു ദുആ കൂടി. എന്താ മോനെ? എന്നോടും എൻ്റെ ഉമ്മാനോടും ഒരു മുഅ്മിനും വെറുപ്പില്ലാതിരിക്കാൻ ദ്വാരക്കോ. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ തങ്ങളോട് ഒരു മുഅ്മിനിനെ അബൂ ഹുറൈറ തങ്ങളോടുള്ള വെറുപ്പായിരുന്നു ജയകന്നൂരിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. ഇത് മുഅ്മിനെ കുറിച്ചല്ലേ ഇവിടെ ചർച്ച. മുഅ്മിന് വെറുപ്പുണ്ടാവില്ല. കണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. ആ തങ്ങളെ ദ്വാരക്കണത് ആയിരിക്കും. ഇനി അടുത്ത ദ്വാരക്കുന്നതായിരിക്കാം ഉമ്മമാരെ, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമതു മിനൽ ലൈൽ, ആ പെണ്ണ് രാത്രി പാതിരാവിന്റെ പഴുതിയിൽ തഹജ്ജുദിന് വേണ്ടി ഉണരുകയാണ്. ഫസല്ലത്ത്,
ആ മോള് തഹജ്ജുദ് നിസ്കരിച്ചു. വഅയ്ഖലത് സൗജഹാ, ഭർത്താവിനെ പതിയെ വിളിക്കുകയാണ്. ഹൈസുലാ ദററ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിളിക്കുകയാണ്. ഫൈൻ അബാ, ഭർത്താവ് കൂട്ടാക്കണില്ല. പകലന്തിയോളം തളർന്ന് 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 ഡ്യൂട്ടി നിർവഹിച്ച് തളർന്നു വന്ന ആളാണ്. എന്നാലും ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ വിളിക്കണേ എന്ന്. അപ്പോൾ ഭർത്താവിന്റെ മുഖത്തൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടഞ്ഞു എണീറ്റ് നിസ്കരിക്കുകയാണ്. ഇതാണ് ഒരു സ്വർഗീയ കുടുംബം. ദാമ്പത്യത്തിലെ ഇസ്ലാമിക മാനവികത ഉയർത്തിക്കാട്ടുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മുടെ ചിന്തകളെ പായിക്കായി ഓടിക്കുക, എന്നിട്ട് ആലോചിക്കുക. പരസ്പരം ആണോ ഞാനും ഇണയും തുണയും ഇണയുമായി അങ്ങനെ ജീവിക്കുന്നുണ്ടോ? അപ്പോഴാണ് ദാമ്പത്യത്തിൽ മധുരം ഉണ്ടാവുന്നത്. അതാണ് ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത്. ഏത് ഇബാദത്തിലും ഭാര്യയും കൂടി അതിൽ ഷെയർ ചെയ്യണം, ഭർത്താവും കൂടി ആ ഇബാദത്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം. അത് സ്വതക്കയിൽ പ്രത്യേകിച്ച് ഭർത്താവ് സ്വതക്ക ചെയ്യുമ്പോൾ ഭാര്യ തടസ്സം നൽകുന്നത്. നവവി ഇമാം റഹ്മത്തുള്ളാഹിയുടെ അർബഈൻ നബിയുടെ വ്യാഖ്യാനത്തിൽ വായിച്ചു ഓർക്കുകയാണ്. ചില ഭർത്താക്കന്മാർ സ്വതക്ക ചെയ്യാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഭാര്യ തടസ്സം നൽകും. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് പറയും കുറിക്ക് കാശില്ല, വാടക കൊടുക്കാൻ കാശില്ല, മറ്റേ കാശ് എന്താക്കില്ല, കുറച്ചൊക്കെ സ്വതക്ക നിർത്തി വെക്കണം. അതല്ല. ഈയിടെ സ്ഥാപനാവശ്യാർത്ഥം ഒരിടം വരെ പോയപ്പോ നിങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ ഉള്ള ഒരു ഹാജിയാര് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു അനുഭവം പറഞ്ഞു. എന്താ അനുഭവം എന്ന് പറയും? അദ്ദേഹം ഭാര്യക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ വാടകകൾ മുഴുവനും ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. മാസത്തിൽ 60,000 ഇന്ത്യൻ രൂപ വാടക ഇനത്തിൽ മാത്രം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ആ ക്യാഷ് മുഴുവനും അദ്ദേഹത്തിന്റെ വൈഫിലേക്ക് അദ്ദേഹം മാറ്റി. എന്നിട്ടോ മാസത്തിലെ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഈ 60,000 പാവങ്ങൾക്കും പാവങ്ങളായ മുഅല്ലിമീങ്ങൾക്കും സ്വതക്ക ചെയ്ത് ഈ ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ ഇനി 15 ദിവസം ഞാൻ എന്താക്കലും സ്വതക്ക ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കണ്ടോ? ഇതാണ് സ്വർഗത്തിലെത്തുന്ന കുടുംബങ്ങളുടെ ഗുണങ്ങളായിട്ടുണ്ടാവേണ്ടത്. നമുക്ക് കുറച്ചു നേരം ഖുർആൻ ഓതിയാലോ? കുറേ നേരം വർത്താനം പറയണത് ഭാര്യ ചോദിക്കുക ഭർത്താവിനോട്, ഭർത്താവ് ചോദിക്കുക ഭാര്യയോട്. ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ട ഒരാളുടെ എന്തോ ഒരു ഓപ്പറേഷന് ഫണ്ട് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഗൂഗിൾ പേ ചെയ്താലോ? ചെയ്യാലോ. ഭാര്യ മോട്ടിവേറ്റ് ചെയ്യാണ് ഭർത്താവിനെ, ഭർത്താവ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഭാര്യയെ. നിന്റെ ആ ഡ്രസ്സൊക്കെ കുറയില്ലേ, പാവങ്ങൾക്ക് കൊടുത്താലോ? 3 പർദ്ദയായിട്ടുണ്ടല്ലോ അല്ലേ, ഒന്നും ഉപയോഗിക്കാത്തില്ല, അത് നമ്മളാ മൂത്തമ്മാൻ്റെ മോൾക്ക് കൊടുത്താലോ? അത് ആരും ഇല്ലാത്ത പാവല്ലേ, അവർക്കൊന്നും ഈ ഗൾഫ് മോഡൽ നല്ല ഹിജാബും ക്യൂട്ട് ഹിജാബൊന്നും ഉണ്ടാവില്ല, കൊടുക്കാലേ. കണ്ടോ? ഇതാണ് ഭാര്യ, ഇതാണ് ഭർത്താവ്. ലേബർ റൂമിലേക്ക് പോണ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയാ എല്ലാം പൊരുത്തപ്പെടണേ, എന്തോ ഒരു പേടി, 3 പ്രസവത്തിലില്ലാത്തൊരു പേടി പോലെ എനിക്ക്, പൊരുത്തപ്പെടണേ. നിന്നോടെന്ത് പൊരുത്തക്കേട്? പിന്നെ പ്രസവിച്ചു എന്നുള്ള വർത്താനം കേട്ട ഉടനെ കുട്ടിക്ക് ചെയ്തു കൊടുക്കണ്ടൊക്കെ ചെയ്തു കൊടുക്കണേ. കണ്ടോ? പറയുന്നുണ്ട് ഒരു ഭാര്യന്റെ ക്വാളിറ്റി ആണ്. പിന്നെ ശുക്രന്റെ സുജൂദ് ചെയ്യണേ. അതുകൊണ്ട് ആദ്യം ഒന്നോടുത്ത് വെക്കണേ, കിബില എങ്ങോട്ടാന്ന് മനസ്സിലാക്കണേ. ലൈൻ ശക്കർസും ലാസി തന്നെ ബർക്കത്ത് വേണ്ടേ നമ്മളെ മക്കളിൽ? ഇതല്ലേ ഭാര്യ, ഇതല്ലേ ഭാര്യ, ഇതല്ലേ ഭാര്യ വേണ്ടത്? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിച്ചത്, അയ്യുൽ മാലി ഖൈർ, ഏറ്റവും നല്ല സമ്പത്ത് ഏതാ നബിയെ? ആ ഏതാ നോക്കിയിട്ട് ഫനത്തഖ്ദുഹു, അത് നമുക്ക് എടുത്തു നോക്കാലോ, അതൊന്ന് വാങ്ങി നോക്കാലോ. ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് നബിയെ? ഖാൽ, നുബുവത്തിന്റെ ചുണ്ടിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരം വരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തത് ലിസാനുൻ ദാക്കിർ. ലിസാനുൻ ദാക്കിർ, നിരന്തരമായി ദിക്ർ ചൊല്ലി ദിക്റിലായി ഉമിനീര് കൊണ്ട് ആ നാവ് പച്ച പിടിച്ച ദിക്ർ ഉണ്ടാവുമല്ലോ, ആ നാവ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ സമ്പന്നനാണ്. വദ്ദാകിരീന അല്ലാഹു കസീറൻ വദ്ദാകിറാത്ത്, അങ്ങനത്തെ ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വാജിറൻ കരീം, അല്ലെങ്കിൽ വാജിറൻ കബീർ, അവർക്കാണ് സ്വർഗം അല്ലാഹു സംവിധാനിച്ചത്, അവർക്കാണ് സ്വർഗം. അങ്ങനെ നിങ്ങൾ ഇന്ന് ഹദ്ദാദില്ല ചൊല്ലാതെ ഉറങ്ങല്ലോ, നമുക്കിന്ന് ഒന്നിച്ചദ്ദാദില്ലല്ലോ. ഭാര്യ
ഭർത്താവ് ഇന്ന് ഏതായാലും ഫ്രീ അല്ലേ, റൂമിൽ നിന്നൊരു മങ്കൂസ് മൗലിദ് ചൊല്ലിയാലും ഒരു ബുർദ ഇല്ലാലും മക്കളൊക്കെ ഇരുത്തിയിട്ട് ഭർത്താവ് കണ്ടോ ലിസാനുൻ ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവ്. ദിക്ർ കൊണ്ട് പച്ച പിടിച്ച നാവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യത്തിന് സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാണ്, ദിക്ർ ചൊല്ലി 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 ഉമിനീര് വറ്റൂല, ഡ്രൈ ആവൂല, എപ്പോഴും പച്ചപ്പുണ്ടാവും, വായ നനവുണ്ടാവും. അതന്നെയാണ് ദിക്ർ കൊണ്ട് പച്ച പിടിച്ച നാവ് എന്ന് പറയുന്നത്. കുറേ ദിക്ർ ഇല്ലുക, വദ്ദാകിരീന അല്ലാഹ കതീറൻ, കുറേ ദിക്ർ ഇല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10,000 ദിക്ർ ഇല്ലിട്ട് ഗ്രൂപ്പിൽ അറിയിക്കലോ അല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? അതിന് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാം, ദിക്ർ ചൊല്ലാൻ നിർദ്ദേശം വന്നാൽ എല്ലാ സ്ഥലത്തും ദിക്റില്ല. പള്ളി കയറുമ്പോൾ ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റ് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ നേരത്ത് ഉറക്കത്ത് നിന്ന് ഉണർന്നാൽ, കണ്ടാൽ സലാം ചെല്ലൽ ഒരു ദിക്റാണ്, തിന്നുന്ന സമയത്ത്, തിന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ചൊല്ലാൻ നിർദ്ദേശം വന്ന ദിക്റുകൾ ഉണ്ടാവല്ലോ, വാരിതായ ദിക്റുകൾ. അതെ, അത് ചൊല്ലിയാൽ തന്നെ വദ്ദാകിരീന അല്ലാഹ കതീറൻ എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ല സമ്മാനം ഏത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം. 2 വഖൽബുൻ ശാകിർ. ഏത് അനുഗ്രഹം കിട്ടിയാലും നന്ദിയോടെ ഓർക്കുന്ന ഹൃദയം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ആ ചിന്തയുള്ള ഹൃദയം ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ് നന്ദിയുള്ള മനസ്സ്. നന്ദിയുള്ള മനസ്സുണ്ടാവാൻ വലിയ ഫ്ലാറ്റുകളിലേക്കും വലിയ വലിയ വണ്ടികളിലേക്കും നോക്കാതെ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കണം, എന്നാലേ നിന്റെ ഖൽബ് ശാക്കിറാവുക. അതുകൊണ്ട് വലിയ വലിയ വീടുകൾ നോക്കിയിട്ട് നീ അലച്ചയുടെ ആൾക്കാരാവരുത് എന്ന് സൂഫിയാക്കൾ ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്ത് പറയാനുള്ള കാരണം. ഇസ്രായേലിന്റെ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ കാല് നഷ്ടപ്പെട്ട ഗസയിലെ മക്കളെ കണ്ടാൽ നമ്മുടെ മുട്ടുവേദന വലിയ പ്രയാസമായിട്ട് തോന്നില്ല. ഇല്ല, ബൈക്ക് പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വെയിലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ, എനിക്ക് വണ്ടി എപ്പോഴാണ് ഒന്ന് മാറ്റുക, ഇന്നോവ ക്രിസ്റ്റയിലേക്ക് പോകണമല്ലോ എന്ന അലച്ചയിലേക്കൊന്നും അയാളെത്തൂല. കാരണം കിട്ടിയതിൽ തന്നെ ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇയാൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഖൽബുൻ ശാകിർ. അലച്ച ഉണ്ടാവില്ല. ഈ അലച്ച ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അലച്ച ഉണ്ടാവുന്നത്. ലെസ് കമ്പാരിസൺ മോർ ലിവിങ്. കമ്പാരിസൺ നിർത്തുക, എന്നിട്ട് നല്ല വൃത്തിയിൽ ജീവിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞല്ലോ, അലച്ചയില്ലാതെ ജീവിക്കണം. അയാൾക്ക് അത്ര സാലറി ഉണ്ട്, അയാളും ഭാര്യയും അങ്ങനെ പോകുന്നുണ്ട്, അവര് ഇത്ര നല്ല വീടെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് ചിന്തിക്കാതിരിക്കാം. 3, ഒരാൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുക, വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. ഒരു റിപ്പോർട്ട്, ഭർത്താവിന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഭാര്യ, അതല്ലേ ഓർമ്മിപ്പിക്കുന്ന ഭാര്യ. ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്തോ? ഓർമ്മിപ്പിക്കുന്ന ഭാര്യ. നിങ്ങളപ്പം നിങ്ങളാ സുഖമായിട്ട് കിടക്കുന്നതല്ലേ, നിങ്ങളെന്താ കാണാൻ പോകാത്തത്? അങ്ങനെ കുടുംബബന്ധം ചേർക്കുന്ന ഭാര്യ. നിങ്ങൾ ഇന്നും ഉമ്മാനെ ഫോൺ വിളിച്ചിട്ടില്ല, എല്ലാ ദിവസവും വിളിക്കണ്ടേ എന്ന് കുടുംബബന്ധം ചേർത്ത് നിർത്തുന്ന ഭാര്യ. കണ്ടോ 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 കണ്ടോ? അതാണ് ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാഫി ഫിഖ്ഹിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു. ഡമസ്കസിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ട ഒരു കാലം. ആർക്കും തിന്നാനില്ല, ഭക്ഷണം തീരെ കിട്ടാനില്ല. കിട്ടണമെങ്കിൽ തന്നെ വലിയ വില നൽകിയിട്ട് വേണം ഭക്ഷണം കിട്ടാൻ. അങ്ങനെ ഒരു ക്ഷാമം അനുഭവപ്പെട്ട ഒരു കാലം. ആ കാലത്ത് വലിയ വലിയ തോട്ടങ്ങൾ ജനങ്ങൾ ചെറിയ പണത്തിന് വിൽക്കുകയാണ്. എന്തിന്? തോട്ടം തിന്നാൻ കഴിയില്ലല്ലോ. ഏക്കർ കണക്കിന് പറമ്പുണ്ടായാൽ അത് കഷ്ണമായിട്ട് തിന്നാൻ പറ്റുമോ? ഇല്ല. ഇത് വിറ്റിട്ട് പണം കുറച്ചാണെങ്കിലും ആ പണം കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് ഫുഡ് വാങ്ങാലോ എന്ന് ചിന്തിച്ച് ഏക്കറക്കണക്കിന് സ്വത്തും ഏക്കറക്കണക്കിന് പറമ്പും ആയിരക്കണക്കിന് സെന്റുകളും ചെറിയ പണത്തിന് വിൽക്കുന്ന ഒരു കാലം എത്തി. അപ്പോഴാണ് ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിന് ഭാര്യ തന്റെ സമ്പത്ത് കൊടുക്കുന്നത്. എന്താണെന്നറിയോ? ഈ സമയത്ത് കുറച്ച് പറമ്പ് വാങ്ങി വെച്ചാൽ, കുറച്ച് സ്ഥലം വാങ്ങി വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും.
അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവുമല്ലോ, ഇതാ എൻ്റെ ആഭരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമ്പത്ത് കൊടുക്കുകയാണ്. എന്തിന്? കുറച്ച് പറമ്പ്, ഏക്കർ കണക്കിന് സ്വത്ത് വാങ്ങാൻ വേണ്ടി. മഹാനവറുകൾ തൻ്റെ ഭാര്യയിൽ നിന്നത് വാങ്ങി അത് വിറ്റിട്ട് അതിൻ്റെ വില മുഴുവനും, അതിൻ്റെ കിട്ടിയ വില പാവങ്ങൾക്ക് സ്വതക്ക് കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ വൈഫ് ചോദിച്ചു, ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, തോട്ടം വാങ്ങിയോ? ചെറിയ പണത്തിന് ചെറിയ പൈസക്ക് തോട്ടം വാങ്ങണ്ടല്ലോ, അതിനല്ലേ നിങ്ങൾ അയച്ചത്? യെസ്. തോട്ടം വാങ്ങിയോ? യെസ്, വാങ്ങിയല്ലോ. എവിടെ? ബുസ്താനം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു തോട്ടം വാങ്ങിയിട്ടുണ്ട് മോളെ. അപ്പൊ വൈഫിന്റെ പ്രതികരണം എന്ത്? അത് പറയാനാ ഈ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത്. വൈഫിന്റെ പ്രതികരണം എന്താണെന്നറിയോ? ജസാക്കല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു മുന്തിയ പ്രതിഫലം തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇവിടുന്ന് ലോക്കൽ പറമ്പ് കിട്ടിയിട്ട് എന്താ കാര്യം? 3 കഷ്ണം തുണിയിൽ ചെറിയൊരു സ്ഥലത്ത് കബറിൽ പോണ്ടല്ലേ നമ്മള്, അല്ലേ? സ്വർഗത്തിൽ നിങ്ങളൊരു തോട്ടം വാങ്ങിയില്ലേ? അൽഹംദുലില്ലാഹ്. ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു വലിയ ഫഖീഹാണ്, ഭയങ്കര സ്വതക്ക കൊടുക്കുന്ന ആളാണ്. ഈ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം എത്തിയ കാലത്ത് മഹാനവറുകൾ ആരെങ്കിലൊക്കെ വന്നാൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ മഹാനവറുകളുടെ തലീക്കെട്ട് ഒരു കഷ്ണം പീസാക്കിയിട്ട് കൊടുക്കും. അത്ര ഇത് വിറ്റിട്ട് ഈ തുണി കഷ്ണം വിറ്റ് എന്തെങ്കിലും കിട്ടുമോനെ, അങ്ങനെയെങ്കിലും സ്വതക്ക ചെയ്യുന്ന ആളാണ്. തൊബക്കാത്തു ഷാഫിഈയത്തുൽ കുബ്രന്റെ വാള്ളി 8 പേജ് 214 കാണും. തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം, സോറി താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം. കണ്ടോ, ഭാര്യ സ്വതക്ക പ്രോത്സാഹിപ്പിക്കുന്നു ഭർത്താവിൻ്റെത്, കട്ട സപ്പോർട്ട്. ഇതാണ് രണ്ടാമത്തെ. ദാമ്പത്യ ജീവിതം സ്വർഗം വരെ നീണ്ടു നിൽക്കണമെങ്കിൽ, വേണമെങ്കിൽ ഇബാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യ, ഇബാദത്തിന് കട്ട കൂടെ നിൽക്കുന്ന ഭർത്താവ്. മോളെ നീ എത്രയും ചൊല്ലിക്കോളി, എനിക്ക് പ്രശ്നമുണ്ട്, ചൊല്ലിക്കോളി. മോൾ ഇബാദത്തൊക്കെ ചെയ്യുന്നു, എൻ്റെ ഇബാദത്തോ എന്നെ കൊണ്ട് നിന്റെ ഒന്നും മുടങ്ങരുത്. അങ്ങനെ കൂടെ നിൽക്കുന്ന ഭാര്യ, കൂടെ നിൽക്കുന്ന ഭർത്താവ്.